Dears, welcome back to Race Education. So, examine ചോദിക്കാൻ പോകുന്ന കംപ്ലീറ്റ് വൈവ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരൊറ്റ വീഡിയോയിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻ അങ്ങ് ഡിസ്കസ് ചെയ്ത് തീർക്കാണ്. വേഗം പഠിച്ചു പോയിക്കൊള്ളണം അല്ലേ? യെസ്, ആദ്യത്തെ ചോദ്യം ഇതാണ്. A solution of mercuric iodide in potassium iodide is എന്തായിരിക്കും mercuric iodide Nessler's reagent ആണ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. Name of the cation which is not obtained from a metal. ഒരു മെറ്റലിൽ നിന്നല്ലാതെ കിട്ടുന്ന ഒരു കാറ്റയോൺ ഏതാണ്? അമോണിയം NH4+ ആണ്. നിങ്ങൾക്ക് ഓപ്ഷൻ കണ്ടാൽ അറിയാം, സിങ്കും ലെഡും അലൂമിനിയം ഒക്കെ മെറ്റൽസിൽ നിന്ന് കിട്ടുന്നതാണ്. Which is used in flame test to convert metal salt into metal chloride. Yes, flame testൽ നമ്മൾ ഒരാളെ യൂസ് ചെയ്യുന്നുള്ളൂ അല്ലേ? അത് കോൺസെൻട്രേറ്റഡ് HCl ആണ്. അപ്പോൾ സോൾട്ടും കോൺസെൻട്രേറ്റഡ് HCl കൂടെ മിക്സ് ചെയ്തിട്ട് ആ പേസ്റ്റ് ആണ് നിങ്ങൾ ഫ്ലെയിമിൽ കാണിക്കുക. ഗ്രീൻ ഫ്ലെയിം അല്ലേ? കാൽഷ്യത്തിനാണെങ്കിൽ ബ്രിക് റെഡ് ഫ്ലെയിം ആണ്, ബേരിയത്തിന് ഗ്രാസി ഗ്രീൻ ഫ്ലെയിം ആണ്. അപ്പോൾ ഫ്ലെയിം ടെസ്റ്റ്. യെസ്, hydrochloric acid ആണ് ആൻസർ. Yes. Which type of bond is present in inorganic salt? Yes. Inorganic saltile bond എന്താണ് എന്നുള്ളതാണ്. അയോണിക് ബോണ്ടുകളാണ്. കഴിഞ്ഞ തവണ എനിക്കൊന്ന് മെഞ്ചി നടന്നപ്പോൾ കുറെ കുട്ടികൾ തെറ്റിച്ച ക്വസ്റ്റ്യൻ ആണ്. അയോണിക് ബോണ്ട് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. റാഡിക്കൽസ് ക്യാരിങ് എ പോസിറ്റീവ് ചാർജ്. അപ്പോൾ അസിഡിക് റാഡിക്കൽസിന്റെയും ബേസിക് റാഡിക്കൽസിന്റെയും ഡിറ്റർമിനേഷൻ ആണ് നിങ്ങൾ ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ നടത്തുന്നത്. ചാർജിൽ അയോണുകളാണ് റാഡിക്കൽ എന്നറിയാലോ നിങ്ങൾക്ക്. അപ്പോൾ എന്ത് പറയാൻ പറ്റും? ഏതാണ്? ചാർജ് ഉണ്ട്, പോസിറ്റീവ് ചാർജ് ഉള്ളവയാണ് നമ്മൾ ബേസിക് റാഡിക്കൽ എന്ന് പറയുന്നത്. യെസ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഡാഷ് is the number of moles of solute present in 1 liter of solution. Number of moles of solute per 1 liter of solution നമുക്ക് വിളിക്കാം മൊളാരിറ്റി എന്നല്ലേ? ആറാണ്, മൊളാരിറ്റി ആണ്. അത് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം എന്താണ്? കളർ ഓഫ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഡ്യൂ ടു. യെസ്, പൊട്ടാഷ്യം പെർമാംഗനേറ്റിന്റെ കളറിന്റെ റീസൺ നിങ്ങൾക്കറിയാം. ട്രാൻസിഷൻ എലമെന്റ്സിന്റെ കളർ ചോദിച്ചാൽ അത് DD ട്രാൻസിഷൻ ആണ് നിങ്ങൾ പറയാ. പക്ഷേ പൊട്ടാഷ്യം പെർമാംഗനേറ്റിന്റെ കളർ ചോദിച്ചാൽ DD ട്രാൻസിഷൻ അല്ല. ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻ ആണ്. ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻ എന്നുള്ളതാണ് ആൻസർ. യെസ്, ആൻസർ അടുത്ത പേജിലുണ്ടല്ലേ? യെസ്. നെയിം ദ ഇൻഡിക്കേറ്റർ യൂസ്ഡ് ഇൻ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ടൈട്രേഷൻ. പെർമാംഗനോമെട്രിക്കിൽ ഒരു പ്രത്യേകതയാണ്. വേറെ ടൈട്രേഷനും ഇല്ലാത്ത ഒരു പ്രത്യേകത ആർക്കുണ്ട്? പെർമാംഗനോമെട്രിക് ഉണ്ട്. നിങ്ങൾ ചെയ്യുന്ന ടൈട്രേഷൻ അല്ലേ പെർമാംഗനോ പ്രത്യേകത എന്താ? യെസ്, KMnO4 ഒരു സെൽഫ് ഇൻഡിക്കേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അവിടെ നിങ്ങൾ ഫിനോൾഫ്തലീനോ മീഥൈൽ ഓറഞ്ചോ ഒന്ന് എക്സ്റ്റേണലി ആഡ് ചെയ്യേണ്ട നടക്കണ്ട. ഇൻഡിക്കേറ്റേഴ്സും തപ്പി ലാബിൽ നടക്കേണ്ട ആവശ്യമില്ല. പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ആണ് ടൈട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നൺ ഓഫ് ദി അബവ് എന്നാണ് ആൻസർ വരുന്നത്. കാരണം അതൊരു സെൽഫ് ഇൻഡിക്കേറ്റർ ആണ്. Name the test used to distinguish between aldehydes and ketones. തന്നിരിക്കുന്ന ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാ? ടോളറൻസ് ടെസ്റ്റ് ആണ്. യെസ്, അപ്പോൾ ടോളറൻസ് ടെസ്റ്റ് ഉപയോഗിച്ച് ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും നിങ്ങൾക്ക് വേർതിരിച്ചറിയാം. യെസ്, വാട്ട് ഈസ് ലൈം വാട്ടർ എന്നാണ് ക്വസ്റ്റ്യൻ. ലൈം വാട്ടർ കാർബണേറ്റിന്റെ ടെസ്റ്റിന് ഉപയോഗിക്കുന്നത് അല്ലേ? പല കുട്ടികളും തെറ്റിച്ച് കളയാറുണ്ട്. ലൈം വാട്ടർ എന്ന് പറയുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആണ്. ശരിക്കും അവർ ലൈം വാട്ടർ ചെയ്യുന്നില്ല കാർബണേറ്റിന്റെ ടെസ്റ്റിൽ. എന്നാലും പ്രൊസീജിയറിൽ നിങ്ങൾ എഴുതുന്നുണ്ട് കാർബൺ ഡയോക്സൈഡ് ബ്രിസ്ക് എഫർവെസൻസ് വിത്ത് കളർലെസ് എവല്യൂഷൻ ഓഫ് ഗ്യാസ് വിച്ച് ടേൺ ലൈം വാട്ടർ മിൽക്കി എന്ന് പറയുന്നില്ലേ? അപ്പൊ ആ ലൈം വാട്ടർ എന്താണെന്ന് ചോദിക്കാം. കാർബണേറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ അത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആണ്. The reagent used to detect the presence of magnesium ion. Magnesium ion ഡിറ്റക്ട് ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന റിയേജന്റ് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മാഗ്നസൻസ് റിയേജന്റ് ആണ്. അപ്പൊ പെട്ടെന്ന് നിങ്ങൾ പ്രൊസീജിയർ പഠിക്കുന്നത് തന്നെയാണ്. പക്ഷെ എക്സാമിനർ എടുത്തു ചോദിച്ചാൽ തെറ്റാൻ ചാൻസ് ഉണ്ട്. മാഗ്നസൻസ് റിയേജന്റ് ആണ്. നിങ്ങൾക്കറിയാം അവിടെ ഒരു ഡീപ് ബ്ലൂ കളറിലുള്ള ഒരു ലേക്ക് ബ്ലൂ കളറിലുള്ള പ്രസിപ്പിറ്റേറ്റ് കിട്ടും മാഗ്നസൻസ് റിയേജന്റ് യൂസ് ചെയ്താൽ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റാഡിക്കൽസ് ക്യാരിങ് നെഗറ്റീവ് ചാർജ് ആർ കോൾഡ്. പോസിറ്റീവ് ചാർജ് എന്തായിരുന്നു പറഞ്ഞത്? ബേസിക് റാഡിക്കൽ ആണ്. അപ്പൊ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് അസിഡിക് റാഡിക്കൽ ആണ്, അല്ലെങ്കിൽ ആനയോൺസ് എന്ന് നിങ്ങൾക്ക് പറയാം. ആനയോൺ അസിഡിക് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. Name the radicals that produce carbon dioxide on heating. Carbon dioxide on heating അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ഹീറ്റ് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നത് എവിടെയാ? കാർബണേറ്റിന്റെ ടെസ്റ്റിൽ. അപ്പൊ കാർബണേറ്റിന്റെ ടെസ്റ്റിൽ ആദ്യം തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നിങ്ങൾക്ക് കിട്ടുക. അടുത്തത് അമോണിക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഈസ് കോൾഡ്. Ammonical silver nitrate solution is known as Tollens reagent. അപ്പൊ ടോളറൻസ് ടെസ്റ്റ് ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനാണെങ്കിൽ ടോളറൻസ് റിയേജന്റ്. മകൾക്കൊരു തോന്നലുണ്ടാവും ഇത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പ്രൊസീജിയറും കാര്യങ്ങളും ഒക്കെ ഓർഗാനിക് റിയാക്ഷൻസ് അവർക്ക് പഠിക്കാനുണ്ട് ചെയ്യുന്നില്ലെങ്കിലും. വാട്ട് ഈസ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്? അതായത് ക്വാളിറ്റേറ്റീവും രണ്ട് അനാലിസിസ് ആണ് നിങ്ങൾ ചെയ്യുക. അതിലെന്താ ക്വാളിറ്റേറ്റീവ് അനാലിസിസ്? റാഡിക്കൽ അനലൈസ് ചെയ്യുക. കാറ്റയോണിനെയും ആനയോണിനെയും അനലൈസ് ചെയ്യാനാണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എങ്കിൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാനാണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. അപ്പൊ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഒന്നുമില്ല. നിങ്ങളുടെ സോൾട്ട് അനാലിസിസ് എന്താണെന്നാ ചോദിക്കുന്നത്? ബേസിക് റാഡിക്കലിന്റെയും അസിഡിക് റാഡിക്കൽ
റാഡിക്കലിനെയും ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ എക്സാമിനർ ചോദിക്കും then what do you mean by a radical എന്ന് ചോദിക്കും. എന്താണ് റാഡിക്കൽ എന്ന് ചോദിക്കും. An atom or group of atoms which carrying charge and behave as a single unit in chemical reaction is called a റാഡിക്കൽ. അപ്പൊ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ അതിന് പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ ഉണ്ടാകും. പോസിറ്റീവ് ചാർജ് ഉള്ളവ കാറ്റയോണുകൾ, നെഗറ്റീവ് ചാർജ് ഉള്ളവ ആനയോണുകൾ അല്ലെങ്കിൽ ആസിഡ് റാഡിക്കലുകൾ. ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ആയാലും അമോണിയം NH4+ ആണ് അമോണിയം എന്ന് പറയുന്നത്. അതെ, ഒരു കാറ്റയോൺ ആണ്. ഓക്കെ, വാട്ടർ, ആസിഡിക് ആൻഡ് ബേസിക് റാഡിക്കൽ നമ്മൾ പറഞ്ഞു. പോസിറ്റീവ് ചാർജ് ഉള്ളത് ബേസിക്, നെഗറ്റീവ് ചാർജ് ഉള്ളത് അസിഡിക്. ആനയോണിന്റെ A ഓർത്ത് വെച്ചാൽ മതി ആസിഡിക്കില്. യെസ്. What is lime water എന്ന് നമ്മൾ പറഞ്ഞു. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആണ്. What happen on passing carbon dioxide gas through it? അതായത് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുന്ന സമയത്ത് അത് കാൽഷ്യം കാർബണേറ്റുകളായി മാറും. കാൽഷ്യം കാർബണേറ്റ്സ് ആർ ഇൻസോല്യൂബിൾ ആണ് അല്ലെ, അത് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് തന്നെ കിടക്കും. വീണ്ടും അതിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാൽഷ്യം ബൈകാർബണേറ്റ് ആയി മാറും. അതിന് മിൽക്ക് കളർ എന്നിയും ഡിസപ്പിയർ ചെയ്യും. യെസ്, അപ്പൊ ആ ഒരു പ്രൊസീജിയർ ഓർത്ത് വെക്കണം. കാർബണേറ്റിന്റെ ആദ്യത്തെ ടെസ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. അവിടുന്ന് ലൈം വാട്ടർ എന്താണെന്നും ചോദിക്കും. ഈ ഒരു ബിഹൈൻഡ് കെമിസ്ട്രിയും നിങ്ങളോട് എന്തായാലും ചോദിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. What is the composition of dark brown ring which is formed at the junction of two layers in the ring test for nitrate in the brown ring test? ഏറ്റവും നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് അല്ലേ? ആ ഒരു കോംപ്ലക്സിന്റെ പേര് എന്തായാലും ബ്രൗൺ റിംഗ് ടെസ്റ്റിലെ എക്സാമിനർ ചോദിക്കും. അതാണ് നിങ്ങൾ ബ്രൗൺ റിംഗ് ടെസ്റ്റിൽ കാണുന്ന ആ ഒരു കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഈ ഒരു കോംപ്ലക്സ് മക്കൾ മനസ്സിലാക്കി സ്ഥിരമായിട്ട് വൈവാ ക്വസ്റ്റൻ ആണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എക്സാമിനർ സ്ഥിരമായിട്ട് വൈവാ ക്വസ്റ്റൻ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ കൂടിയാണ്. അടുത്തത് ഫ്ലെയിം ടെസ്റ്റിന്റെ പിന്നിലുള്ള കെമിസ്ട്രിയാണ് ചോദിക്കുന്നത്. അതായത് ഇപ്പൊ വീര്യത്തിനാണെങ്കിലും കാൽഷ്യത്തിനാണെങ്കിലും ബ്രിക്ക് റെഡ് കളറും ഗ്രാസി ഗ്രീൻ ഫ്ലെയിം ഒക്കെ കാണുക. എന്തുകൊണ്ടാണ് ഈ പല ഫ്ലെയിം കാണിക്കുന്നത്? നിങ്ങൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് വാലൻഷ്യൽ ഇലക്ട്രോൺ ഒരു ഓർബിറ്റിൽ നിന്ന് വേറെ ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യും. ഹയർ ഓർബിറ്റിലെ ഇലക്ട്രോണുകൾ സ്റ്റേബിൾ അല്ല. യെസ്, അപ്പൊ ഈ വാലൻസ് ഇലക്ട്രോൺ എന്ത് ചെയ്യും? മുകളിൽ നിന്ന് താഴേക്ക് പിന്നെയും തിരിച്ചു ചാടും അല്ലെ? അപ്പൊ ഏതെങ്കിലും ഒരു കളർ അബ്സോർബ് ചെയ്തിട്ടായിരിക്കും, ഏതെങ്കിലും ഫ്രീക്വൻസിയിലുള്ള ഒരു കളർ അബ്സോർബ് ചെയ്തിട്ടായിരിക്കും അവർ മുകളിലേക്ക് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കളർ എന്ത് ചെയ്യും? കോംപ്ലിമെന്ററി കളർ എമിറ്റ് ചെയ്യും. ആ കളറാണ് നമുക്ക് ഫ്ലെയിം ടെസ്റ്റിലൂടെ അബ്സോർബ് ചെയ്ത കളർ അല്ല നിങ്ങൾ കാണുക, കോംപ്ലിമെന്ററി കളറാണ് നിങ്ങൾ കാണുക. യെസ്, ഓക്കെ. അപ്പൊ ഇത് എഴുതി വെക്കുക. നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇതിന്റെ ആൻസർ അവൈലബിൾ ആയിരിക്കും. ഇനി ഫ്ലെയിം ടെസ്റ്റിൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അവിടെ എന്തിനു വേണ്ടിയിട്ടാണ് കോൺസെൻട്രേറ്റഡ് HCl യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പൊ എന്താണ് കോൺസെൻട്രേറ്റഡ് HCl ന്റെ ഫംഗ്ഷൻ? മെറ്റൽ സാൾട്ടിനെ മെറ്റൽ ക്ലോറൈഡുകളാക്കി കൺവേർട്ട് ചെയ്യല്ലേ? യെസ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനും ചിലപ്പോൾ ചോദിക്കും. അവിടെ മെറ്റൽ സാൾട്ടിനെ മെറ്റൽ ക്ലോറൈഡ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അപ്പൊ നിങ്ങൾ ഓർത്താൽ മതി, ക്ലോറൈഡ് ആണ് HCl, ഹൈഡ്രജൻ ക്ലോറൈഡ് ആണ് HCl. യെസ്. എന്തുകൊണ്ടാണ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഡാർക്ക് കളർഡ് ബോട്ടിൽസിൽ പ്രിസർവ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്നതെന്ന് ചോദിക്കും. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഈസ് ഫോട്ടോ സെൻസിറ്റീവ് ആണ്. സൺലൈറ്റിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യും? അത് ഡീകമ്പോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. യെസ്, അപ്പൊ ഈ AgNO3 ഡീകമ്പോസ് ചെയ്ത് അതിന്റെ ഓക്സൈഡ് ആയിട്ട് മാറും. അങ്ങനെ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഡാർക്ക് കളർഡ് ബോട്ടിൽസിൽ പ്രിസർവ് ചെയ്തത്. ലാബിൽ നിങ്ങൾക്ക് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ടീച്ചർ അങ്ങ് എടുത്തു തരുന്നില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് മാത്രം ടീച്ചേഴ്സ് കൊടുക്കുക. കോസ്റ്റ്ലി ആണ് അത്യാവശ്യം സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. യെസ്. അടുത്തത് നെസ്ലേഴ്സ് റിയേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പൊട്ടാഷ്യം ടെട്രാ അയോഡോ മെർക്കുറേറ്റ് ആണ്. മെർക്കുറിക് അയോഡൈഡ് പൊട്ടാഷ്യം അയോഡൈഡ് K2HgI4 ആ കോംപ്ലക്സിന്റെ ഫോർമുല കൂടി ഒന്ന് ഓർത്ത് വെച്ച് നോക്കുക. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Why do we use freshly prepared ferrous sulfate solution for ring test? Brown ring test. Ferrous sulfate ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിരിക്കണം. ഓർമ്മിക്കുക, ഗ്രീൻ കളറിലുള്ള പെയിൽ ഗ്രീൻ കളറുള്ള സൊല്യൂഷൻ ആയിരിക്കണം ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് എന്നാണ്. ബ്രൗൺ റിംഗ് ടെസ്റ്റ് പെട്ടെന്ന് കിട്ടൂല അല്ലേ? അപ്പോ നമ്മള് ഫ്രഷ് ആയിട്ടുള്ള ഫെറസ് സൾഫേറ്റ് വാങ്ങിക്കൊണ്ട് പോയിട്ട് അപ്പൊ തന്നെ ആ ചെയ്യുന്ന ടൈമിൽ സൊല്യൂഷൻ ആക്കിയാണ് യൂസ് ചെയ്തത്. അല്ലെങ്കിൽ ഈ ഫെറസ് സൾഫേറ്റ് എന്തായിട്ട് മാറും? ഹയർ സ്റ്റേറ്റ് ആണ്. അയേണിന് 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ഉണ്ട്, +3 ഉണ്ട്. അപ്പൊ +3ലേക്ക് അത് കൺവേർട്ട് ചെയ്യാൻ അപ്പൊ ഫെറസ് ഫെറിക് ആയിട്ട് മാറും. അങ്ങനെ മാറുന്നത് കൊണ്ടാണ് എന്ത് കുറെ സമയം കഴിയുമ്പോൾ ടെസ്റ്റിന് അത് യൂസ് ചെയ്യാൻ പറ്റാത്തത്. നിങ്ങളെ ലാബിലുള്ള സാൾട്ടിന് ബ്രൗൺ കളർ ആണെങ്കിൽ മക്കൾ അത് ഉപയോഗിക്കാതിരിക്കുക. കാരണം ബ്രൗൺ റിംഗ് ടെസ്റ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് ഫെറിക് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതേപോലെ ഒരുപാട് വീഡിയോസുമായിട്ടും ലൈവ് ക്ലാസ്സുകളുമായിട്ടും ഇനിയും റൈസ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും മക്കളെ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ, മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്തോ. യൂസ്ഫുൾ ആണ്, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അത്രയും ലൈവ് ക്ലാസ്സുകൾ നിങ്ങളെ ബോർഡ് എക്സാമിന് ഫുൾ മാർക്കിലേക്ക് പ്രാക്ടിക്കലിന് ലൈവ് ക്ലാസ് കൊടുക്കുന്ന ഒരേ ഒരു ചാനൽ റൈസ് ചെയ്യുകയാണ്. സോ
മക്കള് കൂടെ തന്നെ നമ്മുടെ കേരളത്തിലെ ഒരേ ഒരു ചാനൽ റൈസ് ഏഗണാണെന്ന് നമുക്ക് ഓർമ്മിക്കുക. ഇതുപോലെ തന്നെ NCERT ഫോക്കസ് ചെയ്തുകൊണ്ട് ലൈവ് ക്ലാസ്സുകൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരേ ഒരു ചാനൽ എന്താ റൈസ് ഏഗൺ തന്നെയാണ്. അപ്പൊ മക്കള് കൂടെ തന്നെ ഉണ്ടാകാം. നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് ഒക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഞങ്ങൾ വീണ്ടും വരാം. അടിപൊളിയായിട്ട് എക്സാം എഴുതും. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.